എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. സ്പിരിച്വൽ മോസസിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്ന കർത്താവ് പറഞ്ഞ ഒരു ഉപമയെക്കുറിച്ചാണ്. ഇത് നമ്മൾ മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ 24 അധ്യായം തൊട്ട് 30 വാക്യം വരെ ആണ് ഈ ഒരു ഉപമ നമ്മൾ കാണുന്നത്. മത്തായി എഴുതിയ സുവിശേഷം 13 അധ്യായത്തിൽ കർത്താവ് അനേക ഉപമകൾ പറയുന്നുണ്ട്. ഇതെല്ലാം സ്വർഗരാജ്യത്തെക്കുറിച്ചാണ്. ഈ ഗോസ്പൽസിൽ കർത്താവ് എവിടെയൊക്കെ സ്വർഗരാജ്യത്തെക്കുറിച്ച് ഒരു ഉപമ പറയുന്നു അത് നമ്മൾ പഠിച്ചു നോക്കിയാൽ നമ്മൾക്ക് മനസ്സിലാകും അതെല്ലാം ദൈവസഭയെക്കുറിച്ചാണ്, കർത്താവിൻ്റെ മണവാട്ടിയെക്കുറിച്ച്. അപ്പോൾ ഈ ഒരു ഉപമ നമ്മൾ വായിക്കുമ്പോൾ വളരെ ഗൗരവത്തോടു കൂടി വേണം നമ്മൾ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാൻ. കാരണം എന്തെന്നറിയോ? അത് നമ്മളെക്കുറിച്ചാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. കർത്താവിൻ്റെ മണവാട്ടിയാകുന്ന ദൈവസഭയെക്കുറിച്ച്. അപ്പോൾ ഇവിടെ കർത്താവ് പറയാണ്, സ്വർഗരാജ്യം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ തൻ്റെ വയലിൽ പോയി നല്ല വിത്ത് പാകിയതുപോലെയാണ്. നല്ല വിത്ത് പാകി. പക്ഷെങ്കിൽ രാത്രിയിൽ എല്ലാവരും ഉറങ്ങിക്കിടന്നപ്പോൾ ശത്രു വന്നു. അദ്ദേഹത്തിൻ്റെ ശത്രു വന്നിട്ട് അതിൻ്റെ ഇടയിൽ കള പാകിയേച്ചു പോയി. ഇത് നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും, കളയെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കാട്ടുചെടിയായിരിക്കും എന്ന് നമ്മൾ ഓർക്കും അല്ലേ? പക്ഷെങ്കിൽ കളയെന്ന് വെച്ചാൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. സാധാരണ ഏതെങ്കിലും ഒരു കാട്ടുചെടിയെന്നല്ല, ഇതിന് ചില പ്രത്യേകതകളുണ്ട്. അത് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കാൻ പോവുക. കള എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ബൈബിളിൽ ടേഴ്സ് അല്ലെങ്കിൽ ഡാർണൽ എന്ന് പറയും. അതെന്തെന്ന് ചോദിച്ചാൽ ഈ ഗോതമ്പിനെ പോലെ തന്നെ ഇരിക്കുന്ന ഒരു സാധനം. അതിൻ്റെ ചെടി, അതിൻ്റെ ഇലകൾ, അത് വളർന്നു വരുന്ന രീതികളെല്ലാം ഗോതമ്പിനെ പോലെ തന്നെ. ഒരു വ്യത്യാസവുമില്ല. നമ്മളെപ്പോലെയുള്ള നോർമൽ ആൾക്കാർക്ക് ഇതിൻ്റെ വ്യത്യാസം തിരിച്ചറിയാൻ പറ്റത്തില്ല. ഈ കളയുടെ സയൻറ്റിഫിക് പേരെന്തെന്ന് വെച്ചാൽ ലോലിയം ടെമുലൻറ്റം എന്നാണ്. വീറ്റിൻ്റെ അല്ലെങ്കിൽ ഗോതമ്പിൻ്റെ സയൻറ്റിഫിക് പേര് ട്രിറ്റിക്കം എസ്റ്റിവം. അപ്പോൾ ഈ സയൻറ്റിഫിക് പേരുകൾ മൃഗങ്ങൾക്കും ചെടികൾക്കും ഒക്കെ സയൻറ്റിസ്റ്റുമാരിടുമ്പോൾ നമ്മൾക്കറിയാം അവർ ലാറ്റിൻ വേർഡ്സ് ആണ് ഉപയോഗിക്കുന്നത്. ലാറ്റിൻ ഭാഷയിൽ നിന്നാണ്. ഈ കളയുടെ സയൻറ്റിഫിക് പേര് ലോലിയം ടെമുലൻറ്റം എന്ന് വച്ചാൽ, ടെമുലൻറ്റം എന്ന വാക്ക് ലാറ്റിൻ ഭാഷയിൽ കള്ളു കുടിച്ച് സുബോധം പോയ ഒരു വ്യക്തി എന്നാണ്. അപ്പം കള്ളു കുടിച്ച് സുബോധമില്ലാതിരിക്കുന്ന ഒരാളെന്നുള്ള ആ പദം എടുത്ത് ഈ ചെടിക്കിടണമെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കാരണമില്ലയോ? ഉണ്ട്. എന്തെന്നറിയണ്ടേ? ഈ കളയ്ക്കകത്ത് അതുപോലത്തെ വിഷമം. ഈ ഗോതമ്പും കളയും ഒരുപോലെ വളർന്നു വരുമ്പോൾ ഇതിനെ തിരിച്ചറിയാൻ പറ്റത്തില്ലല്ലോ. ഒരുപോലെ ഇരിക്കും. പല മനുഷ്യർക്കും തിരിച്ചറിയാൻ പാടാം, സാധാരണ മനുഷ്യർക്കൊക്കെ. അപ്പം ഗോതമ്പ് നമ്മൾ എടുക്കുന്ന കൂട്ടത്തിൽ ഈ കളയുടെ ആ കതിരും ഒരു ഗോതമ്പാന്നോർത്തങ്ങ് എടുക്കും. അതിനെ അരച്ച് അതിൻ്റെ മാവുണ്ടാക്കി കഴിക്കുമ്പോൾ ഇതിൻ്റെ അളവ് കുറവാണെങ്കിൽ, ഗോതമ്പിൻ്റെ ഇടയിൽ കലർന്നു വന്ന ഈ കളയുടെ അളവ് കുറവാണെങ്കിൽ അത്രയധികമായിട്ട് വിഷം ഏശത്തില്ല. എങ്കിലും പിന്നെ തലകറക്കവും ഛർദിലും ഈ പറയുന്ന പോലെ കള്ളു കുടിച്ച് സമതല തെറ്റി നിൽക്കുന്ന ഒരവസ്ഥ, അങ്ങനത്തെ ഒരവസ്ഥയിലേക്ക് വ്യക്തികൾ പോകും. അതല്ല, ഇതിൻ്റെ അളവ് ഇച്ചിരി കൂടിപ്പോയെന്നോർത്തോ. നമ്മൾ ഇവരിത് എടുത്ത് പൊടിക്കുമ്പോൾ ആ ഗോതമ്പിൻ്റെ കൂടെ ഈ കളയുടെ നല്ലൊരു എമൗണ്ട് ഉണ്ടെങ്കിൽ അത് കഴിച്ചാൽ ആ കുടുംബം മരിച്ചു പോകും. അത്രയ്ക്ക് വിഷമാണ് ഈ കളയ്ക്കകത്ത്. അപ്പോൾ കർത്താവ് ഈ ഉപമ അവിടെ പറയുമ്പോൾ അന്നത്തെ മനുഷ്യർക്ക് ഇത് കേൾക്കുമ്പോൾ അവർക്ക് നന്നായിട്ട് ഇതിൻ്റെ അർത്ഥം മനസ്സിലായി. കാരണം അന്നത്തെ കാലത്ത് റോമൻ ഭരണഘടനയുടെ ആ സമയത്ത് അതൊരു കോമൺ സംഭവമായിരുന്നു. അവരങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. ആർക്കെങ്കിലും ആരോടെങ്കിലും വൈരാഗ്യം ഉണ്ടെങ്കിൽ അവരുറങ്ങിക്കിടക്കുന്ന നേരം രാത്രിയിൽ ഈ വ്യക്തി പോയി അവരുടെ ഗോതമ്പിൻ്റെ കൃഷിക്കകത്ത് കള വിതയ്ക്കുന്ന അവരുടെ ഒരു രീതി ഉണ്ടായിരുന്നു. അപ്പോൾ അത് അത്രയ്ക്ക് ഡേഞ്ചറസ് ആയതുകൊണ്ട് അന്നത്തെ റോമൻ ഗവൺമെൻറ് ഒരു സ്ട്രിക്റ്റായിട്ട് അതിനെ ഇല്ലീഗലാക്കി. ആരെങ്കിലും അങ്ങനെ ചെയ്തു എന്നറിഞ്ഞാൽ ആ വ്യക്തിക്ക് വലിയ പണിഷ്മെൻറ്റ് ഗവൺമെൻറ് കൊടുക്കുമായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ആ ഒരു കാര്യത്തോടാണ് കർത്താവ് ദൈവസഭയെ കമ്പയർ ചെയ്യുന്നത്. എന്താ അവിടെ പറയുന്നതെന്നുണ്ടോ? എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് കള വന്ന് വിതച്ചു. കളയും ഗോതമ്പും ഒരുപോലെ കിളുത്തു വരുന്നു. കണ്ടാരും തിരിച്ചറിയത്തില്ല. രണ്ടും ഒരുപോലെ ഇരിക്കുന്നു. ഇലകളും ഒരുപോലെ, പൂക്കളും ഒരുപോലെ, അതിൻ്റെ കതിരും ഒരുപോലെ തന്നെ. അങ്ങനെയല്ല ദൈവസഭയിൽ പലപ്പോഴും
എല്ലാവരും ഒന്നിച്ച് ചർച്ചിൽ പോകുന്നു, എല്ലാവരും പാട്ട് പാടുന്നു, എല്ലാവരും പ്രാർത്ഥിക്കുന്നു, എല്ലാവരും സാക്ഷ്യം പറയുന്നു, എല്ലാവരും സ്വത്രാഴ്ചയിടുന്നു, ടൈത്തിടുന്നു, എല്ലാവരും അന്യഭാഷയും പറയുന്നു. ആർക്കും വ്യത്യാസം തിരിച്ചറിയാൻ പറ്റത്തില്ല. പക്ഷെ അവിടെ പറയുന്ന മുൻപോട്ട് പോകുമ്പോൾ ദ സെർവൻസ്, അവിടുത്തെ വേലക്കാര് യജമാനനോട് ചോദിക്കുക, യജമാനനെ അങ്ങ് നല്ല വിത്തല്ലേ പാകിയത്, അപ്പൊ ഇതിൻ്റെ ഇടയിൽ കള എങ്ങനെ കിളുത്ത് വന്നു? ഇത് നമ്മളെപ്പോലുള്ള സാധാരണ വ്യക്തികൾക്ക് ഗോതമ്പും കളയും തിരിച്ച് പറയാൻ പറ്റത്തില്ലെങ്കിലും സയൻറ്റിസ്റ്റുമാർക്ക്, ബോട്ടണിസ്റ്റുമാർക്ക് അവർക്കിത് പറ്റും. കാരണം അവരത് നന്നായി അവർക്കതിനെ തിരിച്ചറിയാൻ സാധിക്കും. ഞാൻ പറഞ്ഞു വന്നത്, ചില വിവേചനപരമുള്ള ദൈവദാസന്മാർക്ക് കാണുമ്പോഴേ അറിയാം ശരിക്കുമുള്ള ദൈവപൈതൽ ആരാണെന്നും കപടഭക്തി കാണിച്ച് ഉള്ളിൽ ദൈവഭയമില്ലാതെ ജീവിക്കുന്നത് ആരാണെന്നും കണ്ടാൽ അവർക്ക് തിരിച്ചറിയാം. പക്ഷെങ്കിൽ അവരൊന്നും ചെയ്യത്തില്ല. കാരണം കർത്താവ് പറഞ്ഞിട്ടുണ്ട്, മക്കളെ അത് നിങ്ങളുടെ ജോലിയല്ല. ഒരു സമയം വരും. ആ സമയം എന്തെന്നറിയോ? കൊയ്ത്തുകാലം. ഈ കൊയ്ത്തുകാലം എന്ന് പറയുന്ന സമയം വരുമ്പോൾ കർത്താവ് പറയാണ്, ഞാൻ കൂട്ടരെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവരുടെ പേരാണ് കൊയ്ത്തുകാർ. കൊയ്ത്തുകാരെന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ ദൂതന്മാർ. കൊയ്ത്തുകാർ വരുമ്പോൾ ഈ കൊയ്ത്ത് കാലത്ത് എന്താ സംഭവിക്കാന്ന് ചോദിച്ചാൽ ഈ കളയെയും ഗോതമ്പിനെയും തിരിച്ചറിയാൻ സാധിക്കും കുറച്ചൊക്കെ. കാരണം ഗോതമ്പിന് നമുക്കറിയാം, അത് മൂത്ത് കഴിയുമ്പോൾ അതിനൊരു കളറുണ്ട്, ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി അല്ലേ? നമ്മളൊക്കെ ഗോതമ്പ് കഴിക്കുന്ന ആൾക്കാരാണ്. ഒരു ഗോൾഡൻ ബ്രൗൺ കളറിലിരിക്കും ഗോതമ്പ്. പക്ഷെ കള അങ്ങനല്ല. കള കണ്ട ഗോതമ്പ് പോലെ തന്നെ ഇരുന്നാലും അതൊരു ഡാർക്ക് ബ്രൗൺ ആയിരിക്കും. നല്ല ഡാർക്ക് ബ്രൗണും ചിലപ്പോൾ ഒരു ഇച്ചിരി കറുപ്പും ഒക്കെ കാണും അതിന്. അപ്പോൾ കൊയ്ത്ത് കാലത്ത് കൊയ്യുന്നവർ വന്നിട്ട് ഈ കളയെ വെട്ടി മാറ്റി അതിനെ ബണ്ടൽസിലാക്കി അതിനെ കത്തിക്കാനിടും. എന്നിട്ട് പിന്നെയാണ് നല്ല ഗോതമ്പിനെ സെപ്പറേറ്റ് ചെയ്യുന്നത്. പ്രിയ ദൈവമക്കളെ, കൊയ്ത്തുകാലം അടുത്തിരിക്കുകയാണ് കേട്ടോ. നമ്മൾ വളരെ ദൈവഭയത്തോടു കൂടി ജീവിക്കേണ്ടത് ആവശ്യമാണ്. ഇവിടെ പറയുന്നത് എന്തുകൊണ്ടാണ് ശത്രു വന്ന് കള അവിടെ ആദ്യമേ വിത്ത് വിതയ്ക്കാൻ കാരണം എന്നറിയോ? ഇവിടെ പറയുന്ന എല്ലാവരും ഉറങ്ങിക്കിടന്നതുകൊണ്ട്. ഈ വേലക്കാർ തന്നെ എന്ത് പറ്റി? ഉറങ്ങിപ്പോയപ്പോൾ ശത്രു വന്നു. പ്രിയ ദൈവമക്കളെ, 1 പത്രോസിൻ്റെ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ പത്രോസ് പറയുന്നുണ്ട്, ബി സോബർ ആൻഡ് വിജിലൻറ്റ്. നമ്മൾ എപ്പോഴും ജാഗ്രതരായിരിക്കണം, ഉണർന്നിരിക്കണം. കാരണം എന്തെന്നറിയോ? നമ്മുടെ ശത്രു ആരെ വിഴുങ്ങേണ്ടു എന്ന് നോക്കി നടക്കുക. അവിടെ പത്രോസ് പറയുന്നത് നമ്മുടെ പേഴ്സണൽ ലൈഫിനെ ഗാർഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇവിടെ കർത്താവ് പറയുന്ന സഭയെ ഗാർഡ് ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ രണ്ടുപേരും പറയുന്നത് എന്താണ്? ഉണർന്ന് ജാഗ്രതയോടുകൂടി ഇരുന്നാൽ ശത്രുവിനെ വിതയ്ക്കാൻ ഒക്കത്തില്ല. പക്ഷെ നമ്മൾ ഉറങ്ങിപ്പോയാൽ പലതും സംഭവിക്കും. പേഴ്സണൽ ലൈഫ് ആണെങ്കിൽ ശത്രു വിഴുങ്ങിക്കളയും, സഭയാണെങ്കിൽ ശത്രു എന്ത് ചെയ്യും? കള വിതയ്ക്കും. പക്ഷെങ്കിൽ എന്തായാലും ഒരു കൊയ്ത്തുകാലം അടുത്തിരിക്കുകയാണ്. ഈ കൊയ്ത്തുകാലത്തിൽ കൊയ്യുന്നവർ വരും, ദൈവത്തിൻ്റെ ദൂതന്മാർ വരും. അവർ ചെയ്യേണ്ടത് അവർ ചെയ്യും. അന്ന് പലതും എക്സ്പോസ് ആകും ദൈവമക്കളെ. അതുകൊണ്ട് ദൈവഭയത്തിൽ വിശുദ്ധിയും വേർപാടും കാത്തു പരിപാലിച്ച് പേഴ്സണൽ ലൈഫിലും പബ്ലിക് ലൈഫിലും ഒരേപോലെ വിശുദ്ധി കാത്തു പരിപാലിച്ച് നമുക്ക് ജീവിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.